ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കേട്ടോ മാങ്ങഞ്ചി. മാങ്ങഞ്ചി കണ്ടിട്ടുണ്ടോ എല്ലാവരും? അപ്പോൾ ഇതേ മാങ്ങഞ്ചി നമ്മുടെ പറമ്പിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പറിച്ചെടുക്കുകയാണേ. അപ്പോൾ കൈക്കോട്ട് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ കോടാലി വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മാങ്ങഞ്ചിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങഞ്ചി മാത്രം വെച്ച് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മാങ്ങഞ്ചിയുടെ കൂടെ ഒന്ന് മാങ്ങ കൂടെ ചേർക്കണം കേട്ടോ. മാങ്ങയും മാങ്ങഞ്ചിയും കൂടെ ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെയായി കിട്ടുകയെന്ന് അറിയില്ല, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതേ മാങ്ങഞ്ചിയൊക്കെ എല്ലാം ഫുള്ള് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ മാങ്ങ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ട് വിധം മാങ്ങ ഉണ്ട് കേട്ടോ. അതിൽ ഒരു മാങ്ങ, വലിയ മാങ്ങ ഉള്ളത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണേ. അതിപ്പോൾ ചെയ്യുന്നില്ല, അത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി അവിടെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെൽപ്പർ കൂടെ ഉണ്ട് കേട്ടോ, അവളില്ലാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങഞ്ചിയും കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി റെഡിയാക്കി അതൊന്ന് കഷ്ണം നുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ കൂട്ടത്തിൽ. മാങ്ങഞ്ചി ഇടുന്നത് കാരണം പിന്നെ ഇഞ്ചി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയാണ് കേട്ടോ. അത് മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതേ ഞാൻ ചെമ്പും പാത്രം കണ്ടപ്പോഴേക്കും ലിയോ വിചാരിച്ച് ഫുഡാന്ന് വിചാരിച്ച് ഓടി വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മാങ്ങയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ അതേ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം മാങ്ങഞ്ചി ഇട്ട് കൊടുക്കുന്നത് ആദ്യം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മളതിന് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു, അത് മൂപ്പിച്ചെടുക്കുകയാണ്. കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വിനാഗിരി ഒഴിച്ചു കൊടുത്തു, നമ്മുടെ മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഓണപ്പൂക്കൾ ഇട്ട പോലെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.